ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഗ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഇതുപോലത്തെ കപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഒരു ചെറിയ കുട്ടിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും, അത്രയും സിമ്പിളായിട്ടുള്ള കേക്കാണ്. ഇതിൽ തന്നെയാണ് നമ്മളിതിൻ്റെ മിക്സൊക്കെ ഉണ്ടാക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, വേറൊരു പാത്രത്തിൽ മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് അങ്ങനെ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. വീട്ടിലെ കേക്കിൻ്റെ ട്രേ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കപ്പ് ഉണ്ടായാൽ മതി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേക്ക്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് പൊടി. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പൊടിന് വേണമെന്നില്ല, ചോക്ലേറ്റ് പൊടി ആയാൽ മതി. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ തിളപ്പിച്ചാറിയിട്ടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ബട്ടർ കേട്ടോ, 2 ടീസ്പൂണോളാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടിത് 1 ടീസ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം 1 ടീസ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് കേട്ടോ ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഒന്ന് മിക്സ് ആയതിനു ശേഷം ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സായി വരണം. അതിപ്പോൾ ഫോർക്കാണെങ്കിലും ടീസ്പൂൺ ആണെങ്കിലും നല്ലപോലെ മിക്സായി വരണം, അത് നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ടൈമിൽ ഞാൻ 1 ടീസ്പൂണോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. തീരെ ലൂസ് ആവാനും പാടില്ല, നല്ല തിക്കാവാനും പാടില്ല. നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടോ അതുപോലെ തന്നെ ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ സുഖമായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് നേരത്തെ കണ്ടില്ലേ നല്ല കട്ടിയായിരുന്നു, നമുക്ക് പിന്നെ ഇളക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഇത് വരാൻ പാടില്ല. ഇനി ഇതിൻ്റെ പുറംഭാഗമൊക്കെ ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ ഇതിന് മിക്സ് ചെയ്തതിന് ശേഷം കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഏകദേശം നമ്മൾ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 ഉള്ളതാണ് ഇട്ട് കൊടുത്തത് മാത്രം. ഇനി അഥവാ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഇല്ലേ, വൈറ്റ് ചോക്ലേറ്റ് ആയിട്ട് നമ്മൾ മിഠായിന് മേടിക്കാൻ കിട്ടില്ലേ, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് പൊടിയുപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കാനായിട്ട് നോക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു പ്ലേറ്റ് വെക്കുകയാണ് കേട്ടോ. ഓവനൊക്കെ ഉണ്ടെങ്കിൽ ഓവനിലിട്ടിട്ട് ഇതാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ വീട്ടിൽ പെടുന്ന കറണ്ടൊന്നും ഇല്ലെങ്കിൽ ഓവനൊന്നും വർക്കാവില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതേപോലെ ഞാൻ മഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. ലോ ഫ്ലെയിമിൽ 30 മിനിറ്റാണ് ഞാനിപ്പോൾ വേവിക്കാനായിട്ട് വെക്കണത് കേട്ടോ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് 30-35 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുകയാണ്. ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് എടുക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് ഈ കേക്കിൻ്റെ ഉള്ളൊന്ന് കുത്തി നോക്കണം. കുത്തി നോക്കിയിട്ട് ആ ടൂത്ത് പിക്കിൽ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് ആയിട്ടുണ്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ചൂടാറിന് ശേഷം നമുക്കിത് കഴിക്കാം. ഞാനിപ്പോൾ ഇത് ഈ പാത്രത്തിൽ നിന്ന് എടുക്കുകയാണ്. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ചൂടുണ്ടാവും മഗ്ഗൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേവേണ്ട ഒരു 30-35 മിനിറ്റ് അത്രയേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ സമയം വരുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലാക്ക് കളറിലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ടീസ്പൂൺ വയ്ക്കുമ്പോഴേ താഴ്ന്നു പോകുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ്. കണ്ടോ, ഡാർക്ക് ചോക്ലേറ്റ് ആയ കാരണം നല്ല ഡാർക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ വായിലിട്ട അഴിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല പോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ അരിഞ്ഞു പോകണം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.